ഇന്ന് നമുക്ക് ചുരക്ക വളരെ എളുപ്പത്തിൽ എങ്ങനെ തോരൻ വെക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1100 ഗ്രാമിൻ്റെ ചുരക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. തൊലിയെല്ലാം കട്ട് ചെയ്തെടുത്ത ചുരക്ക നമുക്ക് ഇതുപോലെ മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതിൻ്റെ തൊലിയും കുരുവെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുരക്ക കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് വെള്ളമൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ തേങ്ങയാണ് ഒരു തേങ്ങ, വലിയ തേങ്ങയാണ് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ കൈ കൊണ്ട് ഞെരടിയെടുക്കണം. സവാളയിൽ നിന്നും തേങ്ങയിൽ നിന്നൊക്കെ നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരണം. ആ രീതി നല്ല രീതിയിൽ തന്നെ ഇതിനെ ഞെരടിയെടുക്കാം. തേങ്ങയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഞെരടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചുരക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാളയും തേങ്ങയൊക്കെ ഞെരടി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചുരക്കയിൽ നല്ലതായിട്ട് വെള്ളമുണ്ട്. ഇത് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ ഇതിന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഇതിനെ വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പം ഇതൊന്ന് തുറന്ന് നോക്കുക. വെള്ളത്തിൻ്റെ അംശം അധികമായിട്ടുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ട് ഇതിനെ ചിക്കിയെടുക്കുക. വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുക. നിങ്ങൾ ഇതുപോലെയല്ല ചുരക്ക തോരൻ വെക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നല്ലൊരു തോരനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.